ഹായ് ഗീക്സ്, വെൽക്കം ടു ജിഷ്ണു ഗീക്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലിസ്റ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു കോഡാണ്. സോ അതെങ്ങനെ ക്രാക്ക് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ബോർഡിൽ നമുക്ക് ക്രാക്ക് ചെയ്യേണ്ട ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 1 2 4 3 2. ഓക്കെ, ബേസിക്കലി നിങ്ങളിപ്പോൾ നോർമലി കണ്ടാൽ തന്നെ മനസ്സിലാവും രണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമുക്ക് അതല്ല വേണ്ടത്, നമുക്ക് ലോജിക്കിലൂടെ ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഓരോ എലമെൻറ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോയെന്ന് നമുക്ക് ഓരോ എലമെൻറ്റ് ചെക്ക് ചെയ്താൽ മാത്രം പോരാ, ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് ബാക്കപ്പ് ആയിട്ട് ഒരു വേരിയബിളിലേക്ക് ഇട്ട് കൊടുക്കുക, സ്റ്റോർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാക്കപ്പിൽ ഈ അടുത്ത് വരുന്ന ലൂപ്പിൽ വരുന്ന എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു, കുഴപ്പമില്ല, നമുക്ക് കോഡ് ചെയ്തിട്ട് മനസ്സിലാക്കാം, സീനൊന്നുമില്ല. സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്നത് ഓരോന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ചെക്ക് ചെയ്യുന്ന ഓരോ എലമെൻറ്റിനും ബാക്കപ്പായിട്ട് നമുക്ക് വേറൊരു ലിസ്റ്റിൽ ഇട്ട് വെക്കാം. സോ ഒരു എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ ഒരു 2 ബോക്സ് ഉണ്ട്. ഒരു ബോക്സിൽ നമ്മുടെ നമ്പർ ലിസ്റ്റ്, ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലാത്ത സാധനം ഇതിൻ്റെ അകത്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്ന സമയത്ത് ഈ എന്ന് ബിയിലെ ബോക്സിലേക്ക് ഇടുന്ന സമയത്ത് ഫസ്റ്റ് എലമെൻറ്റ് ഇട്ട് 1 ഇട്ട് 2 ഇട്ട് 4 ഇട്ട് 3 ഇട്ട് പിന്നെ ഇതിൻ്റെ അകത്ത് നിന്ന് ലാസ്റ്റത്തെ 2 കൂടി ഇടുന്ന സമയത്ത് ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ഇട്ട 2 ഉണ്ട്. മനസ്സിലായില്ലേ? ഫസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് പുട്ട് ചെയ്ത 2 ഉണ്ട്. സോ അതുകൊണ്ട് പറയും ഇനി ഇടാൻ പറ്റില്ല, കാരണം ഓൾറെഡി ഡ്യൂപ്ലിക്കേറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കത്തിയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം, നമുക്ക് കോഡ് ചെയ്തിട്ട് പറയുമ്പോൾ പിന്നെ കുറച്ചും കൂടി കത്തി വരും. ഓക്കെ, നമ്മളപ്പോൾ ഈ ബി ബോക്സിന് വേണ്ടിയിട്ട് നമ്മളൊരു ബാക്കപ്പ് ലിസ്റ്റ് ഉണ്ടാക്കുന്നു, ഒരു എംപ്റ്റി ലിസ്റ്റ്. ഇതിൽ നമ്മൾ ഓരോ എലമെൻറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഓരോ എലമെൻറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഫോർ ലൂപ്പ്. ഫോർ n in num ലിസ്റ്റ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട്, അതായത് ഒരു ലോജിക്കും കൂടിയുണ്ട്, കമ്പാരിസൺ. ഇഫ് n in ബാക്കപ്പ് ലിസ്റ്റ്, അതായത് നേരത്തെ പറഞ്ഞ എയും ബിയും ബോക്സ് ബാക്കപ്പ്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം സംഭവം എന്താണെന്ന്. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് ഫൗണ്ട് n ബ്രേക്ക് പറഞ്ഞുതരാം, ഫോക്കസ് പറഞ്ഞുതരാം. ഓക്കെ, ഇഫിന് നേരെയായിട്ട് ബാക്കപ്പ് ലിസ്റ്റ് ഡോട്ട് അപ്പെൻഡ് n. ഓക്കെ, കണ്ടിട്ട് കൺഫ്യൂഷൻ അടിക്കേണ്ട, ഓരോ ഇറ്ററേഷനും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഒന്നാമത്തെ എലമെൻ്റ് എടുക്കുന്നു, ഒന്ന് നേരെ നമ്മൾ ഫോർ ലൂപ്പിലേക്ക് വരും. 1 ഫസ്റ്റത്തെ സാധനം ഇൻ നമ്പർ ലിസ്റ്റിൽ ഫസ്റ്റത്തെ സാധനം n. ഇഫ് n ഇൻ ബാക്കപ്പ് ലിസ്റ്റ്, ഫസ്റ്റ് കേസിൽ എംപ്റ്റി ലിസ്റ്റാണ്, അതുകൊണ്ട് 1 ഉണ്ടാവില്ല, ഇല്ല. അപ്പോൾ ഈ ലൂപ്പിൽ ഇതിനുള്ളിലേക്കേ പോവില്ല. അപ്പോൾ എന്താവും, ഈ എഫിലിൻ്റെ പുറത്തുള്ളത് ഈ ഒരു സംഭവമാണ്. സംഭവം എന്ന് പറയുന്നത് ബാക്കപ്പ് ലിസ്റ്റ്, ഈ ലിസ്റ്റ് ഡോട്ട് അപ്പെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലിസ്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ അപ്പെൻഡ് എന്ന് പറയുന്നത്. ഈ അപ്പെൻഡ് n, ഇവിടെ ഫസ്റ്റ് നമ്മൾ എടുത്തത് 1 1 ഇവിടെ വന്ന് ഇവിടെ എത്തി, ഈ n 1 ആയി, നേരെ ഇങ്ങോട്ടേക്ക് പോയി. ഇപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ 1 കയറി വന്നു, ഈ ബാക്കപ്പ് ലിസ്റ്റ് മോഡിഫൈ ആയിട്ട് 1 ആയി. ഓക്കെ, അടുത്ത ഇറ്ററേഷൻ, രണ്ടാമത്തെ ഇറ്ററേഷനിൽ നേരെ ഇവിടെ വന്ന് 2 എടുത്ത് നമ്മുടെ ലിസ്റ്റിന്. ഇഫ് 2 ഇൻ ബാക്കപ്പ് ലിസ്റ്റ് ഇല്ല, കാരണം 1 മാത്രമേ ഉള്ളൂ നേരത്തെ ഇടയത്. നേരെ ഇപ്പുറത്തേക്ക് വന്ന് ബാക്കപ്പ് ലിസ്റ്റ് ഡോട്ട് അപ്പെൻഡ്
ആ ഒരു 2 അടുത്തത് 4 സെയിം ഫോർമുല 4 വന്ന് 4 ബാക്കപ്പ് ലിസ്റ്റിലില്ല 1 2 മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കയറിയില്ല പുറത്തേക്ക് വന്ന് അപ്പൻഡ് 4 സെയിം ലൈക്ക് 3 ഇവിടെ വന്ന് സംഭവം തന്നെ 3 ബാക്കപ്പ് ലിസ്റ്റിലില്ല കയറി വന്ന് അടുത്ത നോക്കണേ 2 കയറി വന്ന് 2 ഇൻ നമ്പർ ലിസ്റ്റ് n ഇൻ ബാക്കപ്പ് ലിസ്റ്റ് അതായത് 2 ബാക്കപ്പ് ലിസ്റ്റിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കോഡാണിത് ഉണ്ട് ഓൾറെഡി ഉണ്ട് സോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും പ്രിൻ്റ് ചെയ്യും ഡ്യൂപ്ലിക്കേറ്റ് ഫൗണ്ട് ഓൾറെഡി ഡ്യൂപ്ലിക്കേറ്റ് ഫൗണ്ട് അത് ഏതാണ് വാല്യൂ അത് പ്രിൻ്റ് ചെയ്ത് കാണിച്ചെടുക്കും പിന്നെയുള്ളത് ബ്രേക്ക് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശേഷമുള്ള ബാക്കി ഇതൊന്നും എക്സിക്യൂട്ട് ആവില്ല ഈ ഒരു ലൂപ്പ് ഇവിടുന്ന് എക്സിറ്റ് ചെയ്തിട്ട് പോകും മനസ്സിലായില്ലേ സിമ്പിളാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്ത ട്രാവേഴ്സലും പിന്നെ ഈ കമ്പാരിസണും ഓക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ജസ്റ്റ് നിങ്ങൾ കമ്പൈലർ എടുക്കുക പ്രോഗ്രാം ചെയ്യുക പഠിക്കുക ചെയ്ത് പ്രാക്ടീസ് ആവുക സോ ഫൈനലി നമ്മളെ നോർമലി എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളെ വീഡിയോന് ലൈക്കും കമൻറ്റും തന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് PDF-ഉം എക്സ്ട്രാ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഓക്കെ പിന്നെയുള്ളത് നമ്മൾ കോഡും കാര്യങ്ങളൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ മീൻ ടൈമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഓക്കെ സോ ജസ്റ്റ് ഒന്ന് വെബ്സൈറ്റ് ചെക്ക് ഔട്ട് ചെയ്യാം സോ ഇന്നത്തെ സെക്ഷൻ ഇത്രയേ ഉള്ളൂ ഗൈസ് സോ താങ്ക് യു സോ മച്ച്